നമസ്കാരം. ഞാൻ നാസം. ഇന്ന് ഞങ്ങൾ മഞ്ചാടി 1 യും 1 G ചേർന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ചെറിയ സ്കിറ്റാണ്. നാട്ടിലെ ഒരു സായാഹ്നം. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോയി നോക്കിയാലോ? ന്യൂസ് തുടങ്ങാനായി മോട്ടർ എന്റെ പേര് റോസ്. ലോകത്ത് എമ്പുരാൻ സിനിമ കാണാത്തവരായി ആദ്യം തന്നെ ഇല്ലെന്ന് സിനിമയുടെ സംവിധായകൻ പറഞ്ഞതായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്. എന്റെ പേര് നൂപ. യുഎസിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മലയാള സ്കൂൾ എന്ന പദവി സിയാറ്റിലെ അക്ഷര കളറി സ്വന്തമാക്കി. അക്ഷര കളറിയിലെ മുതിർന്ന കുട്ടികൾ വാഷിംഗ്ടൺ സ്കൂൾ ഡിസ്ട്രിക്റ്റിലെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിൽ ഉന്നത വിജയം നേടി കോളേജ് ക്രെഡിറ്റ്സ് കരസ്ഥമാക്കി. അക്ഷര കളരി മലയാളം സ്കൂളിന്റെ വാർഷിക പരിപാടി കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന് ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ചേച്ചി, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മലയാളം പഠിക്കണോ വേണ്ടോ? ഇന്ന് സംവാദം നടക്കുകയാണ്. മലയാളം പഠിക്കാൻ എന്തൊരു പാടാണ്. അക്ഷരങ്ങളൊക്കെ വളഞ്ഞ് തിരഞ്ഞു. റാ ആണോ, റാ ആണോ, പാ ആണോ, ഡാ ആണോ, എപ്പോഴും കൺഫ്യൂഷൻ. ശരിയാ, ചിലത് കാൻഡിക്കയെ പോലെ, ചിലത് ചെരി പോലെ, പിന്നെ വെറൈറ്റി കാറ്റഗറിയെ പോലെ കുറേ എണ്ണം. വായിക്കാനും എഴുതാനും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ വലിയ പാടായിരിക്കും. എനിക്കാണെങ്കിൽ ഹോംവർക്ക് ചെയ്യാൻ വലിയ മടിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മലയാളം പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നാട്ടിൽ പോയി ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ചേട്ടാ ഒരു പ്ലേറ്റ് പൊറോട്ടയും ബീഫും കൂടെ ഒരു കുലുക്കി സർബത്തും എന്നൊക്കെ പറയാലോ. അതെ, പിന്നെ മലയാളം പറഞ്ഞ് അമ്മയെയും അച്ഛനെയും മാത്രമല്ല അമ്മയെയും അപ്പനെയും മറ്റ് ബന്ധുക്കളെ ഒക്കെയും ചാക്കലിടാം. എൻ്റെ ശക്തമായ അഭിപ്രായം സ്ത്രീകളും പുരുഷന്മാരും തുല്യമായ അളവിൽ മലയാളം പറയണം എന്നാണ്. ഞാൻ ഈ ചർച്ചയ്ക്ക് പങ്കെടുത്താൽ ബിരിയാണി കിട്ടും പറഞ്ഞിട്ടാണ് ഇന്ന് പറഞ്ഞത്. അത് എപ്പോൾ കിട്ടും? അച്ചാറും പപ്പടവും സാലഡും അതൊക്കെ കിട്ടുമോ? ആനക്കാര്യത്തിൻ്റെ അരികിൽ ചേനക്കാരി. ചേന അല്ല, ബിരിയാണി. ബിരിയാണി ബ്രേക്കിംഗ് ന്യൂസ്. സംവാദം ചൂടേറിയപ്പോൾ പ്രിൻസിപ്പൽ പടിയിറങ്ങാൻ തീരുമാനിച്ചു. ക്യാമറ ഹെത്തറിനൊപ്പം പ്രേക്ഷകർ. കർഷക മനസ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകത്തെ എല്ലായിടത്തും ജൈവ കൃഷി അഥവാ ഓർഗാനിക് ഫാർമിംഗ് എന്ന പ്രശസ്തിയേറുകയാണ്. ഇന്ന് നമുക്ക് ജൈവ കൃഷി താല്പര്യമുള്ള യുവ കർഷകരായ തന്റെ പരിചയപ്പെടാം. നന്ദി തനിഷ്ക. ജൈവ കൃഷി കൂടാതെ ഞാൻ വീട്ടിൽ കുറച്ച് കോഴികളെ വളർത്തുന്നുണ്ട്. അവ ഇടുന്ന മുട്ടകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ മുട്ടകൾ വിറ്റ് കിട്ടുന്ന കാശാണ് എൻ്റെ പോക്കറ്റ് മണി. അപ്പോൾ തന്മി കർഷക മാത്രമല്ല ഒരു ബിസിനസ് വുമൻ കൂടെയാണ്. ഇനി കാലാവസ്ഥ വാർത്തകൾ. സ്വാഗതം ചിന്മയി. നന്ദി തനിഷ്ക. ഇന്നത്തെ കാലാവസ്ഥ വാർത്തകൾ. സിയാറ്റിലിൽ ഈ ആഴ്ച ശക്തമായ മഴ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. സിയാറ്റിലാണോ അതോ ചിറോപ്പിഞ്ചിയിലാണോ കൂടുതൽ മഴ എന്ന് പഠിക്കാനായി വിദഗ്ധ സംഘം ഉടനെ തന്നെ ലാസ് വേഗസിലേക്ക് തിരിക്കും.
4-5 വർഷം മുമ്പ് ഒരു വിഷുവിന് തുടങ്ങിയതായി സീരിയൽ. ഈ വിഷുവും കടന്നു. You have a life, no house. നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, പക്ഷെ ഒരു വീടില്ല. You have a rent, no mortgage. നിങ്ങൾ വാടക കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു മോർഗേജ് ഇല്ല. You have a car, no garage. നിങ്ങൾക്കൊരു കാറുണ്ട്, പക്ഷെ ഗരാജ് ഇല്ല. You have a house, no buyer. നിങ്ങൾക്കൊരു വീട് വെക്കാനുണ്ട്, പക്ഷെ വാങ്ങാൻ ആളില്ല. You have a money, no investment. നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, പക്ഷെ നിക്ഷേപമില്ല. I have ready for you. Work with Lindsay Matthew and Ellen Holmes. ഇപ്പോൾ ശരിയാക്കി തരാം. ലിൻസി മാത്യു ഉണ്ട് നമ്മുടെ കൂടെ. Satisfaction guarantee. Definitely. അമ്മച്ചിയാണ് സത്യം. പ്രശസ്ത സഞ്ചാരി തെക്ക് വടക്കൻ നമ്മളോട് ചേരുന്നു. നമസ്കാരം. ഇന്ന് ഞാൻ ചക്കയും ദുബായ് ചോക്ലേറ്റും അതിമൂല്യമായ മുട്ടയും പിന്നെ യാതൊരു ആവശ്യവുമില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനായി കോസ്കോയിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ ഇന്ത്യൻ സ്റ്റോറിൽ കയറി. എക്സ്പയറി ഡേറ്റിൻ്റെ തൊട്ടിച്ചു വെച്ച പറ്റിപ്പ് സ്റ്റിക്കർ കൊണ്ട് ഞാൻ അന്തം വിട്ട പെരുച്ചാടിയെ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു മനസുഖത്തിനു വേണ്ടി ഹോം ഡിപ്പോയിൽ കയറി. PVC പൈപ്പിൻ്റെയും വിവിധ തടികളുടെയും മണ്ണിൻ്റെയും വിലയൊക്കെ നോക്കി നടന്നു. എന്നെ പോലെ മനസുഖം തേടി ഇവിടെ വരുന്നവരുടെ എണ്ണം കൂടിയതായി ഞാൻ മനസ്സിലാക്കി. നമസ്കാരം. എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആണ്. നമുക്ക് ആദ്യത്തെ കോളേജിൽ പോയാലോ? ഹലോ ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കാമോ? ഞാൻ പറഞ്ഞത് കേൾക്കാമോ? എൻ്റെ പേര് സുഭദ്ര. 92 വയസ്സ് ഈ ചിങ്ങത്തിൽ തികയും. കൊച്ചേ, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? അതിനെന്താ മുത്തശ്ശി? നമുക്ക് മുത്തശ്ശിക്ക് വേണ്ടി കാൽമുകൾ വട്ടത്തിന്റെ ചുവട് എന്ന ഗാനം കേൾക്കാം. അയ്യോ കൊച്ചേ, അതല്ല, എനിക്ക് ഹനുമാൻ കാണിക്കാണ് വേണ്ടത്. Wait a minute, you the how you live it. 10 toes in when we standing on business. I'm a bitch. മുത്തശ്ശി പൊളിച്ചു. മിസ്സസ് ലത നായരുടെ ഡിലീഷ്യസ് ഡിലൈറ്റ്സ് പ്രോഗ്രാം ഇപ്പോൾ തുടങ്ങി. കഴിഞ്ഞ തവണ അടിപൊളി ക്രീം ബോളായിരുന്നു. ഇത്തവണ ചിക്കൻ മസാല ഉണ്ടാക്കാൻ പഠിക്കും. വോളിയം കൂട്ടി വയ്ക്കാം, എന്നാലേ അടുക്കളയിൽ നിന്ന് കേൾക്കാൻ പറ്റൂ. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കറി മസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വയ്ക്കുക. ഇനി കോഴിയെ കയ്യിലെടുക്കുക. അയ്യോ, ചാനൽ മാറ്റിട്ട് യോഗ തുടങ്ങാറായി. കൈകൾ ഇരുവശത്തേക്ക് അടയ്ക്കുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് ഉയർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയിൽ കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ ശാരദയോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. എന്തായിരുന്നു പറയുന്നത്? മതിപ്പില്ലാതെ പോയി കിടന്ന് ഒതുങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ 4 അക്ഷരം മലയാളം പോയി വായിക്കുക. എപ്പോഴും പോയി TV അല്ലെങ്കിൽ ഫോണ്. നാളെ രാവിലെ മദേഴ്സ് ഡേ ഹൈക്കിന് പോകാനുള്ളതാണ് എനിക്ക്.